നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വാറൻ ബഫറ്റ് ആണ്. നമ്മൾ സാധാരണ രീതിയിൽ വാറൻ ബഫറ്റിനെ കുറിച്ച് പറയാറുള്ളത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ കിങ് ആയിട്ടാണ്, വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ രാജാവായിട്ടാണ് കരുതാറുള്ളത്. മറ്റതുകൊണ്ടല്ല, നമ്മൾ വാറൻ ബഫറ്റിന്റെ ഒരു ഫിലോസഫി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് വാല്യൂഷൻ ചീപ്പായിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കുക, പിന്നെ അത് ഒത്തിരി ഏറെ കാലം അഥവാ അനന്തകാലത്തോളം ഹോൾഡ് ചെയ്യുക, അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ പണക്കാരാകുക എന്നുള്ള ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു ഗുരുവായിട്ടാണ് നമ്മൾ വാറൻ ബഫറ്റിനെ കാണാറുള്ളത്. പക്ഷെ നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, വാറൻ ബഫറ്റ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ വാറൻ ബഫറ്റിന്റെ കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതേസമയം വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ നമ്മൾ ഈ പറയുന്ന വാറൻ ബഫറ്റിന്റെ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ഇൻസിഡൻസ് മാത്രം നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ വാറൻ ബഫറ്റിന്റെ കുറേ തിയറിയും കുറേ കോട്ട്സും മാത്രം വെച്ചിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാറൻ ബഫറ്റിന്റെ പിൻപറ്റി കുറെ പേര് ക്വാളിറ്റി സ്റ്റോക്കുകൾ അഥവാ അനന്തകാലത്തോളം ഒരിക്കലും തകരാത്ത സ്റ്റോക്കുകൾ എന്നുള്ള ടാഗ് ചെയ്യപ്പെട്ട ചില സ്റ്റോക്കുകൾ, അവയുടെ ഒരു ഡൗൺ ട്രെൻഡിൽ ആണെങ്കിൽ പോലും വിറ്റൊഴിയാൻ വേണ്ടിയിട്ട് മടിക്കുന്ന, അതിപ്പോൾ ടെക്നിക്കൽ ആകട്ടെ അല്ലെങ്കിൽ ഒരു സീസണൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആകട്ടെ, അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് റീ എൻട്രി ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള നിക്ഷേപകരാണ് ഇന്നുള്ളത്. ആരോ പറയുന്ന പോലെ ആശാന്റെ അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറയുന്ന പോലെയാണ്. ഒന്നുകിൽ എന്തെങ്കിലും ചെറുതായിട്ട് 2 വാർത്തകൾ കേട്ട ഉടനെ മൊത്തം വിറ്റൊഴിവാക്കുന്നവരും, മറ്റൊന്ന് എന്ത് സംഭവിച്ചാലും വിൽക്കില്ല എന്ന് കരുതി ഇരിക്കുന്നവരും. എന്ത് സംഭവിച്ചാലും വിൽക്കില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് വാറൻ ബഫറ്റാണ്. പക്ഷെ വാറൻ ബഫറ്റിന്റെ 50 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇതല്ല എന്നുള്ളൊരു കാര്യം കുറച്ച് മനസ്സിലാവും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന പ്രതിപാദന വിഷയം. ബെർക്ക്ഷയർ ഹാത്വേ, അതാണ് വാറൻ ബഫറ്റിന്റെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളുടെ വിപ്ലവമായിട്ട് കരുതപ്പെടുന്നത്. വളരെ ചുരുങ്ങിയ വാല്യൂഷനിൽ അഥവാ പണിക്കാർ കളഞ്ഞ കല്ല് എന്ന് കരുതപ്പെടുന്നത് അതെടുത്തിട്ട് അവസാനം മൂലക്കല്ലായി മാറിയ ഒരു കഥയാണ് ബെർക്ക്ഷയർ ഹാത്വേയുടെ കഥ പറയാനുള്ളത്. അത് ഒട്ടനേകം തവണ കുറേ പേരും നിങ്ങൾ കേട്ടതുകൊണ്ട് അത് ഇവിടെ പറയുന്നില്ല. പക്ഷേ അതിനുശേഷം വാറൻ ബഫറ്റിന്റെ നിക്ഷേപങ്ങളും അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അദ്ദേഹം സത്യം പറഞ്ഞാൽ കാശ് ഇറക്കാതെ പല ബിസിനസ്സുകളും വാങ്ങിച്ച ഒരാളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാറൻ ബഫറ്റിന്റെ ഏകദേശം 60%-ലേറെയുള്ള നിക്ഷേപങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് വഴി അല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ പോകുന്ന വലിയൊരു സത്യം. മറ്റൊരു കാര്യം, അദ്ദേഹം പണം എങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൗതുകകരവുമാണ്. കാരണം അദ്ദേഹത്തിന്റെ മിക്ക ഇൻവെസ്റ്റ്മെന്റിനുള്ള പണം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയംസ് ആണ്. ഉദാഹരണമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒട്ടേറെ ഇൻഷുറൻസ് കമ്പനികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ജെയ്കോ ആകട്ടെ, അതായത് ഗവൺമെന്റ് എംപ്ലോയീസ് ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ജനറൽ റീ ഇൻഷുറൻസ്, നാഷണൽ ഇൻഡെമിനിറ്റി കമ്പനി, ബെർക്ക്ഷയർ ഹാത്വേ റീഇൻഷുറൻസ് കമ്പനി, അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയാണ് നോക്കുക. ബാക്കിയുള്ളതെല്ലാം അദ്ദേഹം വാങ്ങിക്കൂട്ടിയ കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളിലൊന്നും അദ്ദേഹം നമ്മൾ ഈ കാണുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് വഴി നിക്ഷേപം നടത്തിയുണ്ടായതല്ല. പക്ഷേ അദ്ദേഹം ഒരു ബാർഗെയിൻ മോഡിലോ അല്ലെങ്കിൽ ഒരു പ്രിഫറൻഷ്യൽ മോഡിലോ ഒക്കെ പല രീതിയിൽ കൈക്കലാക്കിയ കമ്പനികളാണിത്. അതുപോലെ തന്നെ അദ്ദേഹം അതിനുശേഷം നിക്ഷേപിച്ച പല കമ്പനികളും അത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ചീപ്പർ വാല്യൂഷൻ കുറഞ്ഞ കമ്പനികൾ, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ ആ രീതിയിൽ വാങ്ങിച്ചതല്ല. അദ്ദേഹം അല്ലെങ്കിൽ ബെർക്ക്ഷയർ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് പല പ്രൈവറ്റ് ഡീലുകളിലൂടെ കമ്പനി തന്നെ മൊത്തം വാങ്ങിയതാണ്. നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സ്ക്രീനർ വെച്ച് എടുത്തിട്ട് ഒരു അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയുന്ന സ്റ്റോക്കിന്റെ അകത്ത് നിക്ഷേപിച്ചതുപോലെ നിക്ഷേപിച്ചതല്ല. അദ്ദേഹം കമ്പനിയും കമ്പനി മാനേജ്മെന്റും പ്രൊമോട്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും ആയിട്ട് കൂടിച്ചേർന്ന് സംസാരിച്ച് അതിന്റെ ഒരു വലിയൊരു ഭാഗം ഒരു ബാർഗെയിൻ മോഡിലൂടെ നെഗോസിയേഷൻ നടത്തിയിട്ട് അതിന്റെ ഷെയറുകൾ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് കാണാം. അപ്പോൾ അദ്ദേഹം വാങ്ങിച്ചത് ഒരു മൊത്തം ബിസിനസ്സാണ്. അതും ഏത് പണം ഉപയോഗിച്ച്? ഇൻഷുറൻസ് കമ്പനി ഓൾറെഡി ആദ്യം വാങ്ങിച്ചതിന്റെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയം ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രോക്കറേജ് ആപ്പ് ഉപയോഗിച്ചിട്ട് 1000 രൂപയുടെയും 1 ലക്ഷം രൂപയുടെയും ഒക്കെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിട്ട് അത് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതും, ഒരു മൊത്തം കമ്പനി ഭാവിയിലേക്ക് ഫ്യൂച്ചർ ഉണ്ട് എന്ന് കരുതി ഒരു ബാർഗെയിൻ മോഡിൽ വാങ്ങിക്കുന്നതും തമ്മിൽ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് അദ്ദേഹം വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ അകത്ത് വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇല്ല എന്നതാണ്. അദ്ദേഹം വിശ്വസിച്ചത് അദ്ദേഹത്തെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 2000-ത്തിലോ മറ്റോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പേടകം നിങ്ങൾ നിർമ്മിച്ചു കൊള്ളുക, മഴ അതിനനുസരിച്ച് വരും. അതുകൊണ്ടാണ് അദ്ദേഹം ആപ്പിളിന്റെ ഷെയറിൽ ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്റെ ഫലമോ ആപ്പിളിന്റെ ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ് വന്നതിന് ശേഷം മുകളിലേക്ക് പോയി. അതുപോലെ ബെയറിഷ് ആയിട്ടുള്ള സെക്ടറായിട്ടുള്ള എയർലൈൻസിൽ അദ്ദേഹം നിക്ഷേപിച്ചു, എയർലൈൻസ് സെക്ടർ മുകളിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം എക്സിറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് എവിടെയാണ് നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇത് വാല്യൂ ഇൻവെസ്റ്റിംഗിനേക്കാളും കൂടുതൽ റെപ്യൂട്ടേഷൻ സെല്ലിംഗ് ആണ്. പ്രിഫറൻഷ്യൽ ഷെയർസ് ആകട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഡീൽസ് ആകട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്സസ് ആകട്ടെ,
ഇതുവഴിയൊക്കെയാണ് അദ്ദേഹം ഫെയർലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയർസ് പോലും അണ്ടർ വാല്യൂഡ് ആയിട്ട് പലതും കഴിഞ്ഞ ഒരു 40 വർഷങ്ങളായിട്ട് നേടിയെടുത്തത്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ കഥ നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 വർഷത്തെ കോമ്പൗണ്ടിങ്ങിന്റെ കഥയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. 11ാം വയസ്സിൽ തുടങ്ങിയ കഥകൾ 30 വയസ്സായപ്പോഴത്തേനും മില്യൺസ് ഉണ്ടാക്കി. ആലോചിച്ച് നോക്കുക, 19 വർഷം അതിനുള്ളിൽ ഒരു മില്യനറായി. അതുകൊണ്ടാണ് വാറൻ ബഫറ്റ് ആകാൻ ആഗ്രഹമുണ്ട് നമുക്കെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് നമുക്ക് മത്സരിക്കാനാകാത്തത്. 28ാം വയസ്സിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ യുവതയും അവരൊരു 5-6 ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാകും, ഒരു ലക്ഷറി കാർ ഉണ്ടാവും. അതേസമയം തന്നെ വാറൻ ബഫറ്റിന്റെ ഓരോ നീക്കങ്ങളും അതേപോലെ തന്നെ കോപ്പി ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതമോ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡോ അല്ല. എന്തെങ്കിലും വാറൻ ബഫറ്റിന്റെ വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ കഥ പറയാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഒരു ടെമ്പറമെന്റ് നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ പണ്ടത്തെ ഒരു കോട്ടിന്റെ മുകളിലാണ്. അതായത് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. മറ്റുള്ള എല്ലാവരും ഭയപ്പെടുമ്പോൾ നിങ്ങൾ അത്യാഗ്രഹികളാകുക. അതായത് മറ്റുള്ളവർ നിങ്ങൾ വിൽക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളത്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പല ഫണ്ട് ഹൗസുകളും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് 2020 കോവിഡ് കാലത്ത് കണ്ടമാനം വിറ്റൊഴിച്ചു. 2023 എയുടെ പുറകെ ഓടി. ഓരോ തവണയും മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മൾ നിഫ്റ്റി 10-15% കറക്റ്റ് ചെയ്യുമ്പോൾ ഇനി 15,000-നും 10,000-നും എത്തിയേ നിൽക്കുള്ളൂ എന്നുള്ളത് പറയുന്നു. പക്ഷേ ഇതിന്റെ നേരെ വിപരീതമായിരുന്നു വാറൻ ബഫറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാല്യൂ പിക്സിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ നിലയിൽ എത്തിച്ചെന്ന് കാണാൻ കഴിയും. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്, വളരെയേറെ കാലങ്ങളായിട്ട് അതേ വീട്ടിൽ തന്നെ അദ്ദേഹം താമസിക്കുന്നു, അതേ കാർ തന്നെ, അതേ വൈഫ് തന്നെ, അതേ ഭക്ഷണം തന്നെ. ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് കോമ്പൗണ്ട് ചെയ്തുണ്ടായത്. അതേസമയം നമ്മളുടെ മിക്കവരുടെയും ഒരു അവസ്ഥ ഇങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ 100-ൽ 1 സമ്പത്തുണ്ടായാൽ പോലും ഒരു ലക്ഷറി കാറോ ഈവൻ ലാംബോർഗിനിയോ അതുപോലെ തന്നെ ഓപ്ഷൻസിലെ ഫ്യൂച്ചേഴ്സിന്റെ അകത്തോ ഒരു 10-25 ഏറ്റവും മിനിമം ഓപ്പൺ പൊസിഷൻസും പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ട് ദുബൈയിലും സൈപ്രസിനുമുള്ള റിയൽ എസ്റ്റേറ്റിലുള്ള നിക്ഷേപവും. ഇതാണ് ഇന്നത്തെ 28 വയസ്സുള്ള ഒരാളുടെ ജീവിതം. അപ്പോൾ വാറൻ ബഫറ്റിന്റെ പണം വേണം, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം വേണ്ട എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇരിക്കുന്നത്. സ്ട്രാറ്റജി കൊണ്ട് മാത്രം വർക്കൗട്ട് ആകില്ല, ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ചെറിയൊരു കാര്യം മനസ്സിൽ വെക്കാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മുടെ സ്ക്രീനറിൻ്റെ അകത്ത് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് ഏറെക്കാലം ഇരിക്കുക എന്നുള്ളതല്ല. വാറൻ ബഫറ്റിനെ പോലെ മുഴുവൻ ബിസിനസ്സും ഒന്നിച്ച് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന് ശരിക്കുള്ള മാനങ്ങൾ കൈവരും. അല്ലാതെ അണ്ടർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വാങ്ങിച്ച് എല്ലാ കാലവും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അവസ്ഥ മിക്കവാറും ജെൻസോളിന്റെയും BCGയും അവസ്ഥയാവും. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ബിസിനസ് മൊത്തം വാങ്ങിക്കുമ്പോൾ ആ ബിസിനസിന്റെ സ്ട്രാറ്റജി മുതൽ ഓപ്പറേഷൻസ് വരെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ശബ്ദം അവിടെ വിലക്കെടുക്കും. പക്ഷെ അതേസമയം നമ്മളൊരു മൂലക്കിരുന്നിട്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കും ആ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആകെ ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സിന് ചെലവില്ലാതെ ഇക്വിറ്റി ഡൈല്യൂഷന് നമ്മളൊരു സഹായം നൽകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒറ്റ ടേം കേട്ടിട്ട് പല കഥകളും കേട്ടിട്ട് ചാടി ഇറങ്ങരുത്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനോഭാവമാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. വാറൻ ബഫറ്റിനെ പോലെ വാല്യൂ ഇൻവെസ്റ്റിംഗിൽ ഗുരുവായി അതേപോലെ തന്നെ നേട്ടങ്ങൾ സമ്മാനിക്കണമെങ്കിൽ ഒരു കമ്പനിയുടെ തന്നെ ഡിസിഷൻ മേക്കർ ആകാൻ വേണ്ടിയുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ മാത്രമേ മതിയാവൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതോടുകൂടി ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.